ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കുക്ക് ചെയ്യുന്നത് അങ്കമാലി പന്നിക്കറിയാണ്. അതിലേക്ക് നമ്മൾ 750 ഗ്രാം പന്നി ഇറച്ചി ചെറുതായി മുറിച്ച് ക്ലീൻ ചെയ്ത് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്ത് 750 ഗ്രാം. നമുക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ, നമുക്കെന്നെ ഏത്തക്ക വേണം, 2 സവോള വേണം, ഒരു 6-7 ചുള വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 7 പച്ചമുളക്. പിന്നെ വേണ്ടത് മസാലക്കൂട്ട് വേണ്ട പൊടികൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉലർത്തുവാൻ വേണ്ട കൂട്ടം അത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. അത് ഏതെങ്കിലും കമ്പനിയുടെ മതി, ഇതൊന്നും നിർബന്ധമില്ല. നമ്മളിതിനകത്ത് എക്സ്ട്രാ ഇവിടെ ആദ്യം കൂട്ടുന്നതിനകത്ത് അല്പം ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകം നമുക്ക് ആദ്യം വെള്ളം കഴുകി വെള്ളം വന്നിരിക്കുന്ന ഇറച്ചി കുക്കറിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ ഇടുന്ന കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് നമുക്ക് ആ മസാലക്കൂട്ട്, ആദ്യത്തെ സെറ്റ് മസാലക്കൂട്ട് ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ നമുക്ക് ഇടാം. അത് ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഇളക്കുക. കൈകൊണ്ട് ഇളക്കിയാൽ കൂടുതൽ എല്ലാ കഷ്ണങ്ങളെയും മസാലകൾ മൊത്തം പിടിക്കുകയുള്ളൂ. തവയിട്ടിളക്കി അത്രയും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും കുറച്ച് നമുക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ശരിക്കും അതിലോട്ട് പിടിക്കും. നല്ല ഇളക്കിയ ശേഷം ഒരു 10 തൊട്ട് 15-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നോക്കാം, മസാലയുടെ ശരിക്കും പിടിക്കാൻ വേണ്ടി. റെസ്റ്റ് ചെയ്ത നമ്മുടെ ഇറച്ചിയിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുക സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ചിരിക്കുക. ചെറുതായിട്ട് അരിഞ്ഞില്ല, ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇത് ചേർത്തിട്ട് ഇളക്കാം പക്കത്തിൽ. ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ഇളക്കുന്നത്. ചിലർക്ക് കൈ പുകയുമായിരിക്കും, എനിക്ക് വലിയ കുഴപ്പമില്ല കൈ പുകയാൽ തന്നെ. അതുകൊണ്ട് ഞാൻ കൈ ഇളക്കുന്നത്. ഈ കൈ പുകയുന്നവർക്ക് തവ വെച്ച് ഉപയോഗിക്കാം. ഇത് കുക്കർ നമുക്ക് അടുപ്പിൽ വെച്ച് ലോക്ക് ചെയ്ത് തീ കത്തിച്ച് ഒരു 6 തൊട്ട് 8 വിസിൽ വരെ വേവിക്കാം. ഫ്രോസനാണെങ്കിൽ, നല്ല ഫ്രോസൺ പന്നിയാണെങ്കിൽ ഒരു 8 വിസിൽ വേണം, വേവിച്ച കുറവായിരിക്കും. ഫ്രഷാണെങ്കിൽ ഒരു 6 വിസിൽ ധാരാളമാണ്. നമ്മൾ സ്വല്പം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. എനിക്കത് വെള്ളം കാണുന്നത്, എന്നാലും ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചേക്കണം, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഒരു സവോള അരിഞ്ഞതും വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം, ചുവന്നുള്ളി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്.
നമ്മൾ ഏത്തക്ക ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളത്തിലിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടിയാണ്. ചെറിയ ഏത്തക്ക ഒരു കറയുണ്ട്, കറ പോകാൻ വേണ്ടിയാണ് വെള്ളത്തിൽ. ഇപ്പോൾ നമ്മുടെ പന്നി ഏറെക്കുറെ ഒരു 3/4 പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത്തക്ക ഇടുക. ഏത്തക്കയിട്ട് ഇളക്കി കുക്കർ ലോക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു കുറച്ച് 5-6 മിനിറ്റ് വേവിച്ചാൽ 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴത്തെ ഏത്തക്ക വന്ന് വരും. ഇനി നമുക്ക് കൈയിട്ട് ഇളക്കണ്ട, സ്പൂൺ ഇളക്കിയാൽ മതി. കൈയിട്ടിളക്കിയ കൈ പൊള്ളും. Black coffee, I'm so dizzy. Black coffee, please get busy. Oh, 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 love me to get home. Black coffee, I'm in trouble. I'm so dizzy. Please get busy. Man, 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 I'm not gonna get home. Black coffee, I'm in trouble. I'm so dizzy. Please get busy. Oh, I'm not gonna get home. ഏത്തക്കയും എന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓർമ്മയെടുത്ത് വേവ് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. കണ്ടവാനം എന്തുപോയാലും കഷ്ണങ്ങൾ എന്ത് അരിഞ്ഞു പോകും. നമുക്കിനി മാറ്റി വെച്ച് ഇനി പുലർത്തുവാനുള്ള പരിപാടി ചെയ്യുക. അതിനുവേണ്ടി ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ, വെളിച്ചെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സൂര്യകാന്തി എണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. തവ നല്ല ചൂടായി വരാൻ വേണ്ടി സ്വല്പ സമയം എടുക്കും. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൂര്യകാന്തി എണ്ണയാണ്, സൺഫ്ലവർ ഓയിൽ. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അല്പം കടുക്, അത് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്തതേ ഉള്ളൂ. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. എണ്ണ ചൂടായില്ല, കടുക് കലിച്ചു പോകും, പൊട്ടുകല. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചതച്ച വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ ഇട്ട് ചേർത്ത് വഴറ്റിയെടുക്കാം. ആദ്യം ഞാൻ സവോള ഇട്ടുള്ളൂ. രണ്ടാമതാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട്. അല്ല, ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് ഇളക്കാം. ആ പൊടിയുടെ ആ പച്ച മാറുന്ന മരുന്ന് ചൂടാക്കി അത് നമുക്ക് വാട്ടിയെടുക്കുക. അതിലേക്ക് നമുക്ക് കുക്കറിൽ നിന്ന് ഇറച്ചി തവയിലേക്ക് പകരാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ അതിന് മരത്തിൻ്റെ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുക്കറിൽ കുറച്ച് മസാല മിച്ചിരിപ്പുണ്ടാകും. നമ്മൾ വെച്ചാൽ വെള്ളം കുഴിച്ച് കലക്കി, ചൂടുവെള്ളം ഒഴിച്ചാൽ, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളത്തിൽ കലക്കി ആ മസാല കൂടി ഇതിനകത്ത് ചേർക്കുക. അതുകൊണ്ട് വെള്ളം ഒരു ശകലം കൂടി പോയി, വെള്ളം നമുക്ക് ഇനി പറ്റിച്ചെടുക്കണം. വെള്ളം നല്ല പിടിക്കുകയാണെങ്കിൽ മൂടി വെച്ച് കുറച്ച് നേരം നമുക്ക് അടുപ്പത്ത് വെച്ച് വെക്കാം. ഏറെക്കുറെ വെന്തതാണ്, കരിമായിട്ട് വേകാനില്ല, വെള്ളം വരണം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്.
ആദ്യമേ തന്നെ കൂട്ടി കൊടുത്താൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ വലിയ പാടും. പിന്നെ തക്കാളിക്കൊക്കെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. സ്വല്പം ഒരു പുളിമയം വരാൻ വേണ്ടി ശകലം ഒരു ടീസ്പൂൺ വിനാഗിരി അതിനകത്ത് ചേർത്ത് കൊടുത്തു. ഒരു പുളി ടേസ്റ്റ് താല്പര്യമുള്ളവർക്കില്ല, അതൊക്കെ വേണം നിർബന്ധമില്ല. ഇത് നല്ല വിനാഗിരി എല്ലായിടത്തും പിടിക്കുന്നതിന് വരെ ഇറക്കി കൊടുക്കാം. പന്നി ഒരല്പം കൂടി വേവാനുണ്ട്, അതേ മുടി വെച്ച് ഉപയോഗിക്കുന്നത്. കാര്യമായിട്ടില്ല, ചെറുതായ രീതിയിൽ. അപ്പോൾ നമ്മുടെ പന്നി ഏറെക്കുറെ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റി എണ്ണ തെളിയുന്നതും വരെ ഒന്ന് വളർത്തിയെടുക്കണം. ആ ഫ്ലെയിം കൺട്രോൾ ചെയ്ത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചോണം. നല്ല ക്രീമി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പറ്റി വരുന്നുണ്ട്, നല്ലതുപോലെ വെള്ളം പറ്റി വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നാലേ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ. നമ്മൾ എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടി എക്സ്ട്രാ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഇറച്ചിയിലെ നെയ്യ് തന്നെ തെളിഞ്ഞു വന്നോളൂ, എണ്ണയായിട്ട് തെളിഞ്ഞു വന്നോളൂ. നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. വളരെ ടേസ്റ്റ്ഫുള്ളിയായ ഒരു പന്നിക്കറിയാണത്. ഞാൻ പാത്രത്തിൽ സെർവ് ചെയ്ത് വെക്കാം. അത് ചെറിയ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ബോൺലെസ് അല്ല, വിത്ത് ബോണാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ബോബൻ ജേക്കബ്.